ഹായ് ഓൾ, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബറിൽ CMA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ എല്ലാവരും ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണെന്ന് എനിക്കറിയാം. അതായത് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണോ അതോ റിസൾട്ട് വന്നിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ പഠിക്കണ്ടല്ലോ, വെറുതെ വേസ്റ്റായി പോവോ നമ്മൾ പഠിക്കുന്നത്, കിട്ടിയില്ലെങ്കിൽ പഠിക്കാം, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് മൈൻഡിലുണ്ട് എന്നറിയാം. കുറേ പേർക്ക് നമ്മുടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എഴുതിയ എക്സാമിൽ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ, പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഒരു 60% പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ലക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്നോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കോഴ്സല്ല. ഇതിന് നമ്മൾ പഠിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, ആൻസർ കറക്റ്റ് ആയിരുന്നോ ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് റൗണ്ട് ചെയ്ത് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അതർവൈസ് പഠിച്ചു തുടങ്ങും, സമയം കളയരുത്. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, സിലബസ് ചേഞ്ച് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന് ചെറിയൊരു അനൗൺസ്മെൻറ്റ് വളരെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 2027 സിലബസ് മാറും എന്നുള്ളതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടി പോയാൽ ഈ ഡിസംബർ അറ്റംപ്റ്റും വരുന്ന ജൂൺ അറ്റംപ്റ്റും ഒക്കെ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എത്രയും വേഗം ക്ലിയർ ചെയ്യുന്നോ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇനി പുതിയ സിലബസ് വരുമ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. സിലബസിൽ പുതിയ പുതിയ അഡീഷൻസ് വരും, പല ടോപ്പിക്കും ഡിലീറ്റ് ചെയ്യും, എക്സാം പാറ്റേൺ മാറും, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറും. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും അതിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ ഒരു സേഫ് ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ച് പാസ്സായാൽ ഏറ്റവും നല്ലത്. ആൻഡ് മാത്രമല്ല, ഈ ഇയർ കഴിയുമ്പോൾ തന്നെ 2026 എന്ന ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾ CMA ഫൈനലിസ്റ്റ് ആണെന്ന്. അതോ നിങ്ങൾക്കിനി 2027 ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ ഇരുന്നാൽ മതിയോ? പോരാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫൈനലിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആകുന്നൊരു ബാച്ചാണ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് CMAക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. നല്ല ഫീഡ്ബാക്സും എല്ലാവരും ജോയിൻ ചെയ്ത് നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലൊരുപാട് പേര് പഠിക്കാത്തവരുണ്ട്, അതും നമ്മൾ പറയണമല്ലോ. ഒരു ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ 100% ആൾക്കാരും പഠിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, പഠിക്കാത്തവരും ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബറിൽ ബോത്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ സിംഗിൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ പഠിച്ച് പാസ്സാകണം, CMA ഫൈനലിസ്റ്റായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാം. 100% നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വെറുതെ ക്ലാസ് എടുത്ത് നിങ്ങളുടെ സമയം കളയാനോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ക്യാഷ് കളയാനോ വേണ്ടി ആരും ജോയിൻ ചെയ്യേണ്ട. അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, പാഷൻ ഉണ്ടെങ്കിൽ, CMA നിങ്ങളുടെ ഡ്രീമായി കണ്ട് ഇതിലേക്ക് വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബാച്ചിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 90% ഓഫ് സിലബസ് കവർ ചെയ്ത് തരും. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. 90-95 മാർക്സോളം ഈച്ച് സബ്ജക്റ്റ് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഒക്കെ തന്നെ ഈ എടുക്കുന്ന ടോപ്പിക്സിൻ്റെ A to Z ക്ലാസ് നിങ്ങൾക്ക് തരും, നോട്ട്സ് തരും. ഡിജിറ്റൽ നോട്ട്സാണ്, പ്രിൻ്റ് എടുക്കാം. സോ എഴുതി സമയമൊന്നും പോകത്തില്ല. MCQ ബാങ്ക് ഉണ്ട്. അതുപോലെ ഈ ലാസ്റ്റ് ജൂൺ 2023 മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 7 അറ്റംപ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരും. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും നമ്മുടെ ബാച്ച് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് 1 ജോയിൻ ചെയ്താൽ അതിന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഗ്രൂപ്പ് 2 ഉണ്ട്. ഇനി ബോത്ത് ഗ്രൂപ്പാണ് പലരുടെയും ഡൗട്ട് അല്ലേ. സിംഗിൾ ഗ്രൂപ്പൊക്കെ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷേ ബോത്ത് എഴുതാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് ഡൗട്ടായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ഈ 5 മന്ത്സിലൊക്കെ ജൂലൈയിൽ തുടങ്ങിയാൽ എങ്ങനെയാണ് ഡിസംബറിൽ തീരുകയാണ്. തീർച്ചയായിട്ടും തീരും. അതിന് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിളാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സ്കെഡ്യൂൾ പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ തരുന്ന റിസോഴ്സസ് തരുന്ന പോലെ റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസംബറിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബോത്ത് ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും ഇമ്പോസിബിൾ ആണെന്ന് കരുതരുത്. നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ വരുന്നൊരു ജൂലൈ 6 മുതൽ ഡിസംബർ എക്സാം വരെ ഏകദേശം 5 മാസം, ഈ 5 മന്ത്സ് നല്ല രീതിക്ക് എഫേർട്ട് ഇടാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കടാ, ഇപ്പോൾ നിങ്ങളൊരു 5 മന്ത്സ് കഷ്ടപ്പെട്ടാൽ ഡിസംബറിൽ ക്ലിയർ ആയി, പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ആർട്ടിക്കിൾഷിപ്പിന് പോകാം, ജോബിന് പോകണം എന്നുള്ളവർക്ക് ജോബിന് പോകാം, വോട്ടെവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോകാം. ഇനി ഫൈനൽ പഠിക്കണം എന്നുള്ളവർക്ക് ഫൈനലും പഠിക്കാം. ഓക്കെ. ഇനി അതല്ല, നമ്മൾ ഈ ഒരു 5 മന്ത്സ് എനിക്ക് വയ്യ, ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയി പോവും എന്നുള്ള ഒരു ലെവലിൽ എനിക്കിപ്പോൾ പറ്റത്തില്ല എന്ന് വെച്ച് നിൽക്കുവാണെങ്കിൽ ഇത് അടുത്ത ഇയറിലേക്കും പോകും. 2027 നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് തന്നെ ആയിരിക്കും, നിങ്ങൾ അടുത്ത ഗ്രൂപ്പോ ഒക്കെ പഠിക്കുമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സ്റ്റുഡൻസ്, നമ്മളിതൊരു പാഷനായി കണ്ട് ഡ്രീമായി കണ്ട് വന്നവരാണ്. നമുക്കിത് എത്രയും വേഗം ക്ലിയർ ചെയ്ത് നമ്മുടെ ലൈഫ് സെറ്റിലാക്കണം, അല്ലേ? നമ്മൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്തുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. A to Z നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ടിൽ എക്സാംസ് കഴിയുന്നത് വരെയും നിങ്ങൾക്ക് എല്ലാവിധ മെൻറ്റർഷിപ്പും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് പറയുന്ന കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു 2.5 years ആയിട്ട് ക്ലാസ് എടുത്ത് ഏകദേശം ഒരു 1000 സ്റ്റുഡൻസിനെ അടുപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തതിൻ്റെ ബേസിസിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനെ നേരിട്ടും ഓൺലൈനായിട്ടും ഒക്കെ കണ്ടതിൽ അവർ പറഞ്ഞതിൻ്റെ ബേസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ് മാത്രം കിട്ടിയത് കൊണ്ടോ ഒരു നല്ല നോട്ട് കിട്ടിയത് കൊണ്ടോ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ ജേർണി അത്രയും ടൈറ്റാണ്, ടാസ്ക്കാണ്. ഇതിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ സപ്പോർട്ടും ആവശ്യമാണ്. നമുക്ക് ഈ പറഞ്ഞ ബുക്സിലെ നോളജ് മാത്രം പോരാ, നമുക്കിത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിനും എത്ര വെയിറ്റേജ് വരുമെന്നും, എക്സാമിന് എങ്ങനെ പോകണമെന്നും, എക്സാം എങ്ങനെ ഫേസ് ചെയ്യണമെന്നും, എക്സാമിന് 3 hour എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും A to Z നിങ്ങൾക്ക് ഒരു മോറൽ സപ്പോർട്ടും കൂടെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എക്സാം വരെ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക, പഠിപ്പിക്കുമ്പോൾ പഠിക്കും, എക്സാമിന് തൊട്ട് മുന്നത്തെ നവംബറൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും വീക്കാവും, സ്ട്രെസ്ഡ് ആവും. പിന്നെ എന്ത് ചെയ്യും, സെൽഫായിട്ട് ഡിസൈഡ് ചെയ്യും, അടുത്ത അറ്റംപ്റ്റ് പോവാം, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതൊരിക്കലും വൈസായിട്ടുള്ളൊരു ഡിസിഷൻ അല്ല. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, സ്റ്റുഡൻസിന് എപ്പോഴും വേണ്ടത് ബുക്സിലുള്ള കാര്യങ്ങൾ അറിയണം, പഠിക്കണം, ശരിയാണ്, നല്ലൊരു റിവിഷൻ പ്ലാൻ, സ്കെഡ്യൂൾ, ടൈം ടേബിൾ ഒക്കെ വേണം. അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്തും കൂടി വേണം, ഒരു മെൻ്റൽ സപ്പോർട്ട്. അവരൊന്ന് ഡൗൺ ആയാൽ ഓപ്പണായി പോയി കൺവേ ചെയ്യാൻ, സംസാരിക്കാൻ പറ്റുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റർ അവരുടെ കൂടെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും തരുന്നത്, പ്ലസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഒരിക്കലും മെൻറ്റർഷിപ്പ് മാത്രമായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്ത്, സപ്പോർട്ട് കൊടുത്ത് എക്സാം വരെ എത്തിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ആ സപ്പോർട്ട് കൊടുക്കാറുമുണ്ട്. ഈവൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ പോലും പലരും മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് July 6th ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ബോത്ത് ഗ്രൂപ്പൊക്കെ പറ്റുമോ ഇല്ലയോ എന്നൊന്നും തിങ്ക് ചെയ്ത് ഇനി നിൽക്കണ്ട, പറ്റും. ഒറ്റ കാര്യം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, തരുന്ന കാര്യങ്ങൾ പഠിക്കണം. ഉഴപ്പാനാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ, നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ബോത്ത് ഗ്രൂപ്പിനുൾപ്പെടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, ഒരു ഗ്രൂപ്പ് ക്ലിയർഡ് ആണ്, മറ്റു ഗ്രൂപ്പ് ക്ലിയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇനി ഒരു ഗ്രൂപ്പ് വെച്ച് എഴുതാം എന്നുള്ള മൈൻഡ് സെറ്റ്, ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ. സിംഗിൾ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇതിനകത്ത് ഞാനൊരു 4-5 തവണ റിവിഷൻ വരുന്ന രീതിക്ക് ആ ടൈം ടേബിളൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. July 6th നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രീ റിസൾട്ട് ബാച്ചാണ്, റിസൾട്ടിന് മുന്നേ ഉള്ള ബാച്ചാണ്. ആൻഡ് ഇത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. എല്ലാ ദിവസവും മോർണിംഗ് 10 to 11 AM ക്ലാസ് നിങ്ങൾക്ക് വരും. അന്നന്ന് കാണേണ്ട ക്ലാസ്സുകൾ അന്നന്ന് വരും, അതിൻ്റെ നോട്ട്സും വരും, നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീ വരുന്നത് ഒരു ഗ്രൂപ്പിന് 4500 ആണ്. ബോത്ത് ഗ്രൂപ്പ് എടുക്കുമ്പോൾ 9000 ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഒരു സബ് എടുക്കണമെങ്കിൽ 3000 വേണ്ടേ? അപ്പോൾ 4 സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ അറൗണ്ട് 12,000 rupees നിങ്ങൾക്ക് വേണം. അത്രയും ഫീയിൽ നിന്ന് അതിൻ്റെ ഒരു 1/4 മാത്രം എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫീല് വെർത്തായിരിക്കും. ക്ലാസ്സിന് ജോയിൻ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാഷൊന്നും പോകത്തില്ല. നല്ലപോലെ പഠിക്കുക, അതുമാത്രമാണ് എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു അഷുറൻസ്. നിങ്ങളുടെ ഒരു എൻ്റയർ ജേണിയിൽ ഇനി എത്ര ലീഡിങ് ഫാക്കൽറ്റി ആയാലും, എത്ര താഴെ നിൽക്കുന്ന ഫാക്കൽറ്റി ആയാലും, ഏത് ലെവലിൽ നിൽക്കുന്നവരായിക്കോട്ടെ, എത്ര എക്സ്പോഷർ ഉള്ളവരായിക്കോട്ടെ, പക്ഷേ നിങ്ങളും കൂടെ മനസ്സ് വെച്ചാലേ പഠിക്കും. ഇനി എത്ര വലിയ ഫാക്കൽറ്റി വന്നു എന്ന് പറഞ്ഞാലും, ഞാനിനി എത്ര നല്ല ടൈം ടേബിൾ തന്നു, എത്ര നല്ല റിവിഷൻ പ്ലാൻ തന്നു എന്ന് പറഞ്ഞാലും, നിങ്ങളുടെ എൻ്റയർ ജേണിയിൽ 40% മാത്രമേ ഞാനുള്ളൂ. ഞാനും എൻ്റെ ഈ റിസോഴ്സും കാര്യങ്ങളും ഉള്ളൂ. ബാക്കി 60% നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെങ്ങനെ എഫേർട്ട് ഇടുന്നു, ഞാൻ ഇത്രയും റിവിഷൻ തരുന്നു, പഠിക്കാൻ പറയുന്നു, ക്ലാസ് തരുന്നു, ലെക്ചേഴ്സ് തരുന്നു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് തരുന്നു, ഇതൊക്കെ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കുന്നില്ല, റിസൾട്ട് ഉണ്ടാവോ? ഇല്ല. അപ്പം നിങ്ങളും അതേപോലെ ആ ഒരു 60% കോൺട്രിബ്യൂട്ട് ചെയ്ത് നിന്നാൽ ഡിസംബറിൽ നമുക്ക് ഷുവറായിട്ട് പാസ്സാവാം. ഓക്കെ, അപ്പോൾ ഫീസ് സ്ട്രക്ചർ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പല കുട്ടികൾക്കും ഡൗട്ടൊക്കെ ചോദിക്കാൻ നല്ല മടിയായിരിക്കും. ഒരു മടിയും വേണ്ട, ഓപ്പൺ ആയിട്ട് ചോദിക്കാം.
ഞാൻ തരുന്ന നോട്ട്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇനി ക്ലാസ്സിൽ കിട്ടുന്നില്ല, തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരും. ആൻഡ് നമ്മൾ തരുന്ന ക്ലാസ്സിൻ്റെ വാലിഡിറ്റി December 30th വരെയാണ് ഉണ്ടാകുക. ആൻഡ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, ബോത്ത് ഗ്രൂപ്പിനോ സിംഗിൾ ഗ്രൂപ്പിനോ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ഒരു ജേർണി ബ്യൂട്ടിഫുൾ ആക്കാൻ, ഏറ്റവും ഈസി ആക്കാൻ പറ്റുന്നൊരു ബാച്ചാണിത്. ഇതിനേക്കാൾ നിങ്ങൾക്ക് ഇനിയൊരു നല്ല ബാച്ച് കിട്ടില്ല. കാരണം ഞാനൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊരു ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ടോപ്പിക്സും എടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവിഷൻ ചെയ്തെത്താൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റിലൊക്കെ റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് ഫെയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മാർക്ക് സ്കോറിങ്ങിനെ ബേസ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത ചാപ്റ്റേഴ്സിനെ ചൂസ് ചെയ്ത് അതിൻ്റെ A to Z കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാകും. നല്ല മാർക്ക് എക്സംഷൻ തീർച്ചയായിട്ടും കിട്ടും പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാച്ച് July 6th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി ഇതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയും സ്ട്രാറ്റജി ഷെയർ ചെയ്യും. ദെൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇനി 3 ഡേയ്സേ ഉള്ളൂ. ജോയിൻ ചെയ്ത് പഠിക്കുക. CMA എന്ന നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ലെവൽ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഇയറിൽ തന്നെ 2026 തീരുമ്പോൾ നിങ്ങളുടെ CMA ഇൻ്റർമീഡിയറ്റും തീരണം. അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് തരിക. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്.